പച്ചമുളക് വെള്ളമുളക് നിൽക്കുന്ന നീ കണ്ടോ? എവിടെ എന്നാ മതിലിൻ്റെ അവിടെ നിൽക്കുന്നു. വലിയ തോട്ടി മമ്മ നാളെ തോട്ടി തന്നു എണ്ണെ ചുമ്മാ പറഞ്ഞ് കുറേ മാങ്ങയുണ്ട്. ഒരു ദിവസം ഞങ്ങൾ അവിടെ ഇട്ട് ഞങ്ങൾ തിന്നു. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴക്കോള, രാത്രി മഴ പെയ്യുമെന്ന് തോന്നുന്നു കേട്ടോ, ഭയങ്കര കോള്. പിന്നെ ഇച്ചിരി മീൻ മേടിച്ചു. പിന്നെ എന്തോ ഒരു സൈസ് എന്താ കാരി, ആ മീൻ ഇവിടെ അങ്ങനെ പറയുന്നത് കാരി. ആ മീൻ 1 കിലോ വാങ്ങിച്ചു. 5-6 ഉള്ളൂ. അത് ഞാൻ കുറച്ച് അമ്മയ്ക്ക് കൊടുത്തു. അമ്മ അത് മാങ്ങയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് കറി വെച്ച് തരാം എന്ന് പറഞ്ഞു. 2-3 ഞാൻ എനിക്ക് കൊണ്ടുപോകുന്നു. ഇന്ന് വറുത്ത് കഴിക്കാം എന്നോർത്തെ. പിന്നെ എനിക്ക് പച്ചക്കറിയൊക്കെ വാങ്ങിക്കണമായിരുന്നു. തക്കാളി, പിന്നെ പച്ച ഏത്തക്ക, അത് തോരൻ വെച്ച് കഴിക്കാൻ ഒരു തോര. അപ്പോൾ അത് വാങ്ങിച്ചു. കുറച്ച് മല്ലിയിലയും മേടിച്ചു. ഇന്ന് ഒരു മടിച്ചി രസം വെക്കണം. പിന്നെ ചേമ്പും കപ്പയും വാങ്ങിച്ചു. ചുവന്നുള്ളി മേടിച്ചു. ചേമ്പും കപ്പയും മേടിച്ചതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറില്ല. എൻ്റെ ലക്ഷ്മി ചേച്ചി വരുന്നുണ്ട് നാളെ. ചേച്ചി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നതാണ്. നമ്മുടെ ഇടയ്ക്കുള്ള വീഡിയോയിൽ ഒരു താരമാണ് പ്രസന്ന ചേച്ചി. ചേച്ചിയും ലക്ഷ്മി ചേച്ചിയും കൂടെ ആറ്റുകാൽ പൊങ്കാലയിടാൻ പോയിട്ടുണ്ട്. അവർ നാളെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തിയും വേണമെന്ന് പറഞ്ഞു. ഇന്ന് അതുകൊണ്ട് കപ്പ വാങ്ങിക്കാൻ ചെന്നു. കപ്പ കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ ചേമ്പും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ നമുക്ക് ചേച്ചി വരുമ്പോൾ അത് പുഴുങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ ജോലിക്ക് പോവും, അവർ അങ്ങോട്ടാണ് വരുന്നത്. എന്നിട്ട് ഇങ്ങോട്ട് വരും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി യാത്രയൊക്കെ ചെയ്തതിൻ്റെതായിട്ടുള്ള സകല വയ്യാഴികയും കൊണ്ടാണ് ചേച്ചി നടക്കുന്നത്. എന്താ പറയുന്നത്, എന്നെക്കാളും എൻ്റെ 100 മടങ്ങ് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ്. അപ്പോൾ ചേച്ചിയൊക്കെ വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഇത്രയും നാളും ഫോണിലൂടെ ഉള്ള സംസാരവും വീഡിയോ കോളൊക്കെ ഉള്ളായിരുന്നു. ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നേരിൽ കാണാൻ പോവാണ്. നിങ്ങളെ പരിചയപ്പെടുത്തിയ സ്ഥിതിക്ക് നിങ്ങളെയും കാണിക്കണം. അപ്പോൾ അവർ വരട്ടെ, നമുക്ക് നമ്മുടെ സന്തോഷങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയം ചിലവഴിക്കാം. അപ്പം ഞാൻ അതിന് കപ്പയൊക്കെ മേടിച്ചു. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നമ്മുടെ ബ്രൂവും പാലും ഒക്കെ വാങ്ങിച്ചു. ഇനി പോരുന്നു. അപ്പം ഞാൻ ആദ്യം ഇച്ചിരി അരി അടുപ്പിലൂടെ ഇട്ടിട്ട് ചോറ് വെക്കാൻ. അമ്മയാണ് ഭക്ഷണയിലേപ്പം ഉണ്ടാക്കി. കുമ്പിളപ്പം, കുമ്പിൾ ഷേപ്പിലല്ല, ഭക്ഷണയിലേപ്പം എന്ന് വേണമെങ്കിൽ അതിനാ പറഞ്ഞത്. എന്തിയേക്കളത് ഭക്ഷണയിലേപ്പം അവിടെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇങ്ങോട്ടുണ്ട്. ജാനിക്കുട്ടിയും കുഞ്ഞോനും ഒക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഭക്ഷണയിലേപ്പം വാങ്ങിക്കാൻ. അമ്മ ഉണ്ടാക്കിയപ്പോൾ വിളിച്ചേ പാത്രത്തിനകത്ത്. ഞാനിങ്ങ് എടുത്തോണ്ട് പോരുന്നു. വേണ്ട, ഇതുണ്ടാക്കിയപ്പോ ചെല്ലാൻ വിളിച്ചിട്ടുണ്ട്. അപ്പം അവരങ്ങോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ വരും. പനിയൊക്കെ കുറവുണ്ട്. എന്നാലും എനിക്ക് ആ ക്ഷീണവും പിന്നെ ആ ഒരു ഇൻഫെക്ഷനൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. എന്നാലും വലിയ പ്രയാസങ്ങളൊന്നുമില്ല. അപ്പൊ ഞാനിതെല്ലാം ഒന്ന് പെറുക്കി ഒതുക്കി വെച്ചിട്ട് അരി അടുപ്പിലിടേ. ഇതാണ് നമ്മൾ വാങ്ങിയ മീൻ കേട്ടോ. അതൊരു വൃത്തിയാക്കിയൊക്കെ തന്നിട്ടുണ്ട്. ഇത് ഞാൻ വറുത്തെടുക്കാൻ വേണ്ടി മസാല പുരട്ടി വെക്കാൻ പോവാ. നാളെ കറി വെച്ച് കൂട്ടാം. ജപമൊക്കെ കഴിഞ്ഞു. മഴ പെയ്തോണ്ടായിരിക്കും ജാനിക്കുട്ടിയും കുഞ്ഞോനൊന്നും കണ്ടില്ല. അവരങ്ങ് പോയെന്ന് തോന്നുന്നു. മോനുകുട്ടനോടെ നോക്കിയിരിക്കുമായിരുന്നു. ഞാൻ 2 ഏത്തക്ക എടുത്ത് തോരൻ വെക്കാം. നാടൻകായാണെങ്കിൽ ഞാനങ്ങനെ അധികം തൊലിയൊന്നും കളയാതാണ് എടുക്കുന്നത്. ഇത് നാടനാണോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ അങ്ങ് കളഞ്ഞിട്ടാണ് തോരൻ വെക്കുന്നത്.
ഇതും പയറും കൂടെ മാമി ഒരു തോരൻ വെക്കും. ആരാന്നറിയാം, കൊച്ചോളുടെ അമ്മ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ പയറൊന്നും ചേർക്കുന്നില്ല, എനിക്ക് അതിലൊന്നും മെനക്കെടാൻ വയ്യ. 8 മണി വിളിക്കും. ഹലോ. ആ, ഞാൻ പറഞ്ഞു കതവ് തുറന്നിട്ടുണ്ട് അവിടെ ഇരിക്കുവായിരുന്നു. ഞാൻ പറഞ്ഞു അവര് പോയി കാണും, മഴയായിരുന്നുണ്ടെന്ന്. ഒന്നും അറിയത്തില്ല, ഒന്നും പറഞ്ഞില്ല. അരിഞ്ഞങ്ങ് എടുത്ത് ഇനി ഞാൻ ആദ്യം അരപ്പങ്ങ് റെഡിയാക്കാം. മഴ പെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ കറണ്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം അരപ്പെടുക്കുക, എന്നിട്ട് അടുപ്പേൽ വെക്കുന്നുള്ളൂ. വെളിച്ചെണ്ണ ഒഴിക്കാം. തോരൻ വെച്ചിട്ട് വേണമെങ്കിൽ കടുക് വറുത്ത് ചേർക്കാം. അതെനിക്ക് മെനക്കേടായതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു വെച്ചെന്ന് സാരങ്ങളും. രസം വെക്കാനുള്ള പുളി വെള്ളത്തിലിടാം. രസം വെക്കാം, അത് വേവട്ടെ. ഒത്തിരി നാളായി രസം വെച്ചിട്ട്. പനി പിടിച്ചപ്പോൾ ആരൊക്കെയോ പറഞ്ഞ് നല്ലൊരു രസം വെച്ച് ചോറുണ്ടാൻ. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കായം, ഇത്രയാണ് എൻ്റെ രസത്തിന്റെ പ്രധാന ചേരുവകൾ. പുളി, തക്കാളി ഒന്നും ഞാൻ ചേർക്കത്തില്ല. കരപ്പും കൂടെ ചേർക്കാം. ഉപ്പൊക്കെ നോക്കട്ടെ. അതിന് മുമ്പ് ഞാൻ കായം ഇടട്ടെ രസത്തിന്. തിളച്ച് കായമൊക്കെ അരിഞ്ഞ് വരുമ്പോഴാണ് ഞാൻ മല്ലിയില ചേർക്കുന്നത്. ഇതെന്തായി നോക്കാം, ഉപ്പ് നോക്കാം. രസം തിളച്ച് കേട്ടോ. ഇനി ഞാൻ മല്ലിയിലയും കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്യാൻ പോവാം. മടിച്ചി രസം റെഡി. തോരനും എടുത്ത് വെക്കാം. ഇത്തിരി നേരം കഴിഞ്ഞ് മീൻ വറക്കാം, ചോറ് വാർക്കാം. മീനും കൂടെ എടുത്ത് വറക്കാൻ അങ്ങോട്ട് ഇട്ടു. കുറേയേറെ പാത്രമുണ്ട്, ഒന്ന് കഴുകി വെച്ചിട്ട് ചോറ് വാർത്തിടാം. 8 മണിയായേ. നമ്മൾ ഭക്ഷണേരപ്പം കഴിച്ചുകൊണ്ട് വലിയ വിശപ്പൊന്നും ഇല്ല. ഞാൻ ഒരെണ്ണം കഴിച്ചു. മോനുകുട്ടൻ പിന്നെ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് അത് ഷാപ്പിട്ടോട് നടക്കുമായിരുന്നു. മോനുകുട്ടോ, മോനു, ഇളക്കി കഴിച്ചിട്ട് വരാം. ടാറ്റാ. വായ കണ്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്ന് ഷാടി എന്ന് അത്താഴമൊക്കെ റെഡിയാക്കിയതാണ്. ചോറ് വിളമ്പി, പിന്നെ ഏത്തയ്ക്ക തോരൻ വെച്ചത്, പിന്നെന്താണ് മടിച്ചി രസം ശരിക്കും പറഞ്ഞാൽ ഒരു മരുന്ന് പോലെയാണല്ലേ. നല്ല ആശ്വാസമാണ് രസം കഴിക്കുമ്പോഴത്തേക്ക്. പിന്നെ മീൻ വറുത്തത്. മോനുകുട്ടൻ അതിൻ്റെ തലയൊക്കെ കളയും, അതുകൊണ്ട് അതും കൂടി ഞാൻ കഴിക്കണം. പിന്നെ ഒരു കഷ്ണം നാരങ്ങാച്ചാറും എടുത്തിട്ടുണ്ട്.
എന്നാൽ പിന്നെ കഴിക്കട്ടെ. എന്നത്തെയും പോലെ എല്ലാവരോടും സ്നേഹം. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. എല്ലാവരും സേഫായിരിക്കട്ടെ. നാളെ കാണാം കേട്ടോ. ടാറ്റാ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.